ഹലോ ഗായ്സ്, ഇതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര പോയ കഥയാണ് കേട്ടോ. ഇന്ന് തറവാട്ടിൽ നിൽക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോൾ തോന്നി എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും റെഡിയായി വണ്ടി കയറി. പിന്നെ വല്യമ്മാനെയും കുഞ്ഞിമ്മയും കാക്കും ഞങ്ങളും കുട്ടികളും എല്ലാവരും ആയിട്ട് പോവാനായിട്ട് തുടങ്ങി. സത്യത്തിൽ പോകുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചോദിച്ചാൽ ഇതൊന്നും ഇല്ലാണ്ടുള്ളൊരു യാത്രയായിരുന്നു. എവിടേക്കെങ്കിലും പോകാമെന്ന് മാത്രം. അങ്ങനെ അവസാനം ഞങ്ങളെന്നാൽ ഗുണ്ടിൽപേട്ട വഴി നമുക്ക് ബന്ദിപ്പൂർ അങ്ങനെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഡിസിഷൻ തെറ്റിയില്ല കേട്ടോ. പോകുന്ന വഴി ഒരുപാട് മാനിനെയും ആനേനെയും മയിലിനെയും ഒക്കെ കണ്ട് ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പോകാനായിട്ട്. എല്ലാവരുമായിട്ട് എന്താ പറയുക, നല്ല തമാശയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഒരു പ്ലാനിങ്ങും പ്രീ പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്നുണ്ടായൊരു യാത്ര ശരിക്കും അടിപൊളി തന്നെ. പിന്നെ ഗുണ്ടിൽപേട്ട കയറിയപ്പോൾ സൂര്യകാന്തിൻ്റെ സീസണാട്ടോ. നന്നായിട്ട് സൂര്യകാന്തിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയ ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിർത്തി അവിടുന്ന് ഇതേപോലെ ഇരുന്ന് ഞങ്ങളെല്ലാവരും നല്ല നെയ്ച്ചോറും ചിക്കനും അച്ചാറും ഒക്കെ ആയിട്ട് അടിച്ചു. അതിൻ്റെ ഒരു രസം വേറെ തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ പോവാനായിട്ട് തുടങ്ങി. ഞങ്ങളുടെ ഭാഗ്യത്തിന് മഴയും ഉണ്ടായിരുന്നില്ല, ഓവർ വെയിലും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോഴേക്ക് രണ്ടാമത്തെ വിശപ്പിൻ്റെ വിളി വന്നു. അപ്പം നേരെ കുറച്ച് ജ്യൂസും ഐസ്ക്രീമും ഒക്കെ കുടിക്കാനായിട്ട് ഇറങ്ങി. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വിശപ്പിൻ്റെ അസുഖം വരും. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എലിഫൻറ്റ് ക്യാമ്പിലേക്ക് പോയാലോ ചോദിച്ചതും വണ്ടി നേരെ എലിഫൻറ്റ് ക്യാമ്പിലേക്ക് വിട്ടു. അവിടെ വൈകുന്നേരം 6 മണിക്ക് നമുക്ക് എന്താക്കാം, എലിഫൻസിനെയൊക്കെ കാണാനും അവർ ഫീഡ് ചെയ്യുന്നത് കാണാനൊക്കെ ഉള്ളൊരു അവസരമുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അത് ലക്ഷ്യമാക്കിയിട്ടായിരുന്നു അടുത്ത യാത്ര. ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. ശരിക്കും ആ ഒരു ടൈമിൽ അവിടെ എത്തുമ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്, നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്യാമ്പിലേക്ക് എൻ്റർ ചെയ്യുകയാണ് കേട്ടോ. ശരിക്കും ഒരുപാട് നാട്ടാനകളുണ്ട് അവിടെ. അതിൽ 6 വയസ്സ് മുതൽ തുടങ്ങുന്ന ആനകളും ഉണ്ട് കേട്ടോ. ഈ കൊമ്പനെ കണ്ടില്ലേ, സ്റ്റാച്ചു പോലെയാണ് ആൾ നിൽക്കുന്നത്. ഫസ്റ്റ് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ശരിക്കും അതൊരു സ്റ്റാച്ചു ആണ് എന്നാണ്. പിന്നെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ആൾക്ക് എന്താ പറയുക, അനങ്ങാനൊന്നും വലിയ താല്പര്യമില്ല. ആളിടയ്ക്ക് മാത്രം ഒന്ന് അനങ്ങുന്നുള്ളൂ. ഇവനാകെ 6 വയസ്സായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് 14. അങ്ങനെയാണ് നമ്മുടെ ആനക്കുട്ടികളുടെ ഏജ് വരുന്നത് കേട്ടോ. ശരിക്കും അടിപൊളിയാണ് അവിടെ കാണാനായിട്ട്. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിക്കാനായിട്ട് തുടങ്ങി. നമുക്ക് കാട് കിടക്കണമല്ലോ. അങ്ങനെ വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ അടുത്ത ഷോപ്പിൽ കയറി ചായയും ജ്യൂസും കടിയും ഒക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ വയറൊക്കെ ഫില്ലാക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. ഇരുട്ടി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റോഡ് സൈഡിൽ ഒരുപാട് ആനകളെ കാണാനായിട്ട് പറ്റി കേട്ടോ. നല്ല രസമായിരുന്നു. ചില യാത്രകൾ ഇങ്ങനെയാണല്ലേ, പ്രതീക്ഷിക്കാണ്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.